കണ്ണപുരത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന്റെ വധക്കേസിൽ 9 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 19 വർഷത്തിന് ശേഷമാണ് ഈ 9 പ്രതികൾക്കും. കേസിൽ 10 പ്രതികളുണ്ടായിരുന്നു. അതിൽ ഒരു പ്രതി വിചാരണ നടക്കുന്നതിനിടെ അപകടത്തിൽ മരിക്കുകയും ചെയ്തപ്പോൾ സന്തോഷ് ചേർന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ കോടതി ചേർന്നു, വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. 9 പേർക്കും ജീവപര്യന്തമാണോ? മറ്റെന്തൊക്കെയാണ് വ്യവസ്ഥകൾ ഉള്ളത് കോടതി വിധിയിൽ? സിജു, മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. കേസിൽ 9 പ്രതികളാണുള്ളത്. 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. അതോടൊപ്പം തന്നെ 307 പ്രകാരം 10 വർഷം തടവ് ശിക്ഷ കൂടി വിധിച്ചിട്ടുണ്ട്. ഈ തടവ് ശിക്ഷയെല്ലാം തന്നെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അതോടൊപ്പം തന്നെ പിഴ കൂടി വിധിച്ചിട്ടുണ്ട്. അത് എത്ര തുകയാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പ്രോസിക്യൂട്ടർ പുറത്തു വന്നതിന് ശേഷം മാത്രമേ എത്രയാണ് പിഴത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 19 വർഷത്തിനും 3 മാസത്തിനും ശേഷമാണ് ഈ റിജിത്ത് വധക്കേസിൽ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ മാസം 4-ാം തീയതിയാണ് ഈ പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയത്. അതിനുശേഷം ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മുഴുവൻ പ്രതികൾക്കും തടവ് ശിക്ഷ കൂടി വിധിച്ചിരിക്കുകയാണ്. ഈ കേസിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു പ്രതി ഈ വിചാരണ നടക്കുന്ന സമയത്ത് 3-ാം പ്രതി വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. ബാക്കിയുള്ള 9 പ്രതികളെയും കുറ്റക്കാരാണ് എന്ന് കോടതി 4-ാം തീയതി കണ്ടെത്തി. ആ 9 പ്രതികൾക്കുമാണ് ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ പ്രതികൾ ഈ ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ള കാര്യത്തിൽ വാദം കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെന്നും അതോടൊപ്പം തന്നെ കുടുംബമുണ്ട് എന്നതെല്ലാമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചിരുന്നു. ഇതെല്ലാം കേട്ടതിന് ശേഷമാണ് ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഒരു കാഠിന്യം പരിഗണിച്ചുകൊണ്ട് 25 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വിചാരണ കഴിഞ്ഞ ഒരു കേസായിരുന്നു ഈ റിജിത്ത് വധക്കേസ് എന്ന് പറയുന്നത്. 2 വർഷത്തോളം ഈ കോവിഡ് കാലത്ത് ഇതിന്റെ ഈ വിചാരണ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 5 ജഡ്ജിമാർ ഈ കേസിൽ മാറി മാറി വരുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അത്തരത്തിലാണ് കോടതി ഈ വിചാരണ ഇത്രയും കാലം നീണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ ജഡ്ജിമാർ ഇതുപോലെ മാറി മാറി വന്നതും. മാത്രമല്ല ഇടയിൽ ഒരു തവണ ഈ പ്രതിഭാഗം കേസ് ഈ കോടതിയിൽ നിന്നും നേരത്തെ ആദ്യം വാദം കേട്ട ജഡ്ജിയുടെ കോടതിയിൽ നിന്നും മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അന്ന് കോടതി മാറ്റുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം. പിന്നീട് അവിടെയാണ് കോടതി 3-ലാണ് പിന്നീട് വാദം നടന്നത്. ഏതായാലും ഇപ്പോൾ ദീർഘകാലത്തെ വിചാരണയ്ക്ക് ശേഷമാണ് റിജിത്ത് വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും RSS BJP പ്രവർത്തകരായ മുഴുവൻ പ്രവർത്തകർക്കും ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. RSS BJP പ്രവർത്തകരാണ് ഈ കേസിലെ മുഴുവൻ പ്രതികളും. മാത്രമല്ല ഇവർ പ്രദേശവാസികളായിട്ടുള്ള കണ്ണപുരത്ത് തന്നെയുള്ള റിജിത്തിന്റെ വീടിന് അടുത്തുള്ളവർ തന്നെയാണ് ഈ പ്രതികളായിട്ടുള്ള RSS പ്രവർത്തകർ. പലരും അതിൽ 2-3ഓളം പ്രതികൾ ഈ റിജിത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. കാരണം കൂടെ ഒരുമിച്ച് ഉള്ളവർ ജോലി ചെയ്യുന്നവരും മറ്റുമായിരുന്നു. അവിടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷവും നിലവിലില്ലാത്ത ഒരു പ്രദേശമായിരുന്നു കണ്ണപുരം ചൂണ്ട എന്ന് പറയുന്ന പ്രദേശം. അവിടേക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം പ്രതിയായ VV സുധാകരൻ ആ നാട്ടിലേക്ക് വരികയാണ്. അവിടെ RSSന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രമുറ്റത്ത് ശാഖ നടത്തുന്നു. അത് അവിടെയുള്ള ചെറുപ്പക്കാർ റിജിത്ത് ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക്
നയിച്ചത്. റിജിത്തും സുഹൃത്തുക്കളും വീട്ടിലേക്ക് നടന്നു വരുന്ന വഴി ഈ പ്രതികളായിട്ടുള്ള 10 RSS പ്രവർത്തകർ അവിടെയുള്ള തച്ചൻകണ്ടിയാൽ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കുളത്തിൻ്റെ കൈവരിയിൽ അവിടെ മറഞ്ഞിരിക്കുകയും ഇവർ മുന്നിലെത്തിയതോടുകൂടി മാരകായുധങ്ങളുമായി റിജിത്ത് ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകർക്ക് നേരെ ചാടി വീണ് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ഇരുമ്പ് വടി, അതോടൊപ്പം തന്നെ വടിവാൾ, കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ, മാരക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ റിജിത്തിനെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും RSS പ്രവർത്തകർ ആക്രമിച്ചത്. മാരകമായി പരിക്കേറ്റിരുന്നു എല്ലാവർക്കും. അതിൽ റിജിത്തിനെ മാരകമായി പരിക്കേറ്റു. സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും റിജിത്ത് മരിച്ചിരുന്നു. നാട്ടിൽ വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ഇത്. കണ്ണൂരിൽ ഈ RSS നടത്തിയിട്ടുള്ള ഒരു ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നുകൂടിയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പ്രദേശത്തെ ഒരു നിലവിലുണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം, ഒരു തരത്തിലുള്ള സംഘർഷവും നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും മുഴുവൻ പ്രതികൾക്കും ഇപ്പോൾ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. സിജു.